അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ രണ്ട് വ്യക്തിങ്ങൾക്ക് അങ്ങ് കണ്ട കിനാവുടെ വ്യാഖ്യാനം ചെന്നു കൊടുക്കും. അതായിട്ട് ഈ ആയത്ത് 41 ആയത്ത്. അപ്പോൾ ജണ്ടാലും കിനാവ് കണ്ടതായിട്ട് അതങ്ങ് ചൊല്ലി, യാ സാഹിബ ഹിസ്സിജിനി, ഓ ജയിലുള്ള എൻ്റെ രണ്ട് കൂട്ടുകാരെ, അമ്മ അഹദുക്കുമ, നിങ്ങ ജണ്ടാലിൽ ഓർത്ത, ഫയസ്കി റബ്ബഹു ഹംറൻ, അവൻ അവൻ്റെ യജമാനക്ക് ദ്രാക്ഷി പുളിഞ്ഞ് അതിൽ നിന്ന് കള്ളുണ്ടാക്കിയിട്ട് അവൻ കൊടുക്കുക. ചെന്ന് അയാൾ കിനാവ് കണ്ടത് എന്തിരെ, അയാളെ ഡ്യൂട്ടി ഈ രാജാവുക്ക് ബെസറ്റ് കൊടുത്ത വിഷയത്തിലായിട്ടിട്ട് ഇങ്ങനെ ജണ്ടാലും ജയിലിൽ വന്നത്. ഓർത്ത രാജാവുക്ക് ഈ ദ്രാക്ഷി പുളിഞ്ഞിട്ട് ആ ദ്രാക്ഷിയിൽ നിന്ന് കള്ളുണ്ടാക്കിയിട്ട് കൊടുക്കേണ്ട ഡ്യൂട്ടി ആയിട്ടിട്ട് ഉണങ്ങുന്നത്. അപ്പോൾ ആ മനുഷ്യ എന്താക്കറ്, അയാൾ രാജാവുക്ക് ബെസറ്റ് കൊടുത്തിട്ടില്ല, പൈസ എടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് പിന്നെ ഖേദം വന്ന്, അതുകൊണ്ടിട്ട് അയാളെ പല ഡ്യൂട്ടി അയാൾക്ക് ഇട്ടു. 3-4 കഴിഞ്ഞ് ജയിലിൽ നിന്ന് അയാൾ റിലീസായിട്ട് അയാൾക്ക് പല ഡ്യൂട്ടിയെ കിട്ടും. ആ രാജാവുടെ അടുത്ത് ദ്രാക്ഷി പൊളിഞ്ഞിട്ട് ദ്രാക്ഷിയിൽ നിന്ന് കള്ളുണ്ടാക്കി രാജാവ് കുടിപ്പാട്ടർ. അമ്മൽ ആഹറു, അതാ പിന്നൊരാൾ ഫയുസ്ലബു, അയാൾ ഗല്ലു ശിക്ഷയാവും. ഗല്ലു ശിക്ഷയായിട്ട് അയാളെ ബോഡി ശരീരത്തിൽ അയാളെ ബോഡി ഭൂമിയിൽ പൂത്തില്ല, ദഫൻ ചെയ്യപ്പെടില്ല. പിന്നെ അതവിടെ കാക്കയ്ക്കും പക്ഷികൾക്കും തിന്നക്കും വിട്ടു കൊടുക്കണം. ഫയുസ്ലബ് ഫതഅകുലു തൈറു മിർ റഅസിഹി, അയാളെ തല, ബാക്കി ശരീരത്തെ ഭാഗങ്ങളൊക്കെ തലയിൽ നിന്ന് എന്നായിട്ട് കളിച്ചത് എന്തായിട്ട് പക്ഷിങ്ങ അതിലെ കൊത്തി തിന്നത്. ഇതായിട്ട് നിങ്ങൾ കണ്ടേ കിനാവുടെ വ്യാഖ്യാനം. ഖുദിയൽ അമ്രുല്ലദി ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഈ ഫത്വ കേട്ട ഈ കാര്യത്തിൽ അള്ളാഹുടെ തീർമാനം ഇങ്ങനെയായിട്ട് വിധിച്ചിട്ടായിട്ട് തീർമാനം ഇങ്ങനെ മേൻ. നിങ്ങൾ നേരെ ചൊന്നേന് കണ്ടെങ്കിലും കളവ് ചൊന്നേന് കണ്ടെങ്കിലും. കാരണം ഈ വ്യാഖ്യാനം കേട്ടപ്പോൾ അങ്ങ് ചൊന്നാറ് ഞങ്ങൾ വെറുതെ ചൊന്നേ, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടെങ്കിലും കണ്ടില്ലെങ്കിലും കിനാവുടെ നിങ്ങളെ തീർമാനം ഇങ്ങനെ, നിങ്ങൾക്ക് ഇങ്ങനത്തേതായിട്ടിട്ട് ബണ്ടേ. കാരണം നബിമാർക്ക് അള്ളാഹു താല മോജിസത്തുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം സ്പെഷ്യലി കിനാവുടെ മോജിസത്തുണ്ട്. അപ്പോൾ കാണാത്ത കിനാവുടെ കണ്ടേന്ന് ചൊന്നരമാ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ടെസ്റ്റാക്കോ ചൊന്നരമാ, അതല്ല ഇങ്ങൾക്ക് നേര് കണ്ടാറാം. അവിടെ മുഞ്ഞാണ്ടങ്ങ ചൊന്ന അത് പണ്ഡിതന്മാരിൽ നിന്ന് രണ്ട് അഭിപ്രായം ചൊന്നാൻ കാണും. വെറുതെ ചൊന്നരേ എന്നുള്ളത് കണ്ടിട്ടില്ല, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഇതാക്കോബേനായിട്ട് ചൊന്നരേ എന്നുള്ളത് അല്ല, കണ്ടിട്ടേ ചൊന്നരേ. ഏതായാലും കണ്ടിട്ട് ചൊന്നെങ്കിലും കാണാണ്ട് ചൊന്നെങ്കിലും നിങ്ങളെ വിഷയത്തിൽ തീർമാനം ഇങ്ങനെയായിട്ടിക്കട്. വെറുതെ ചൊന്നേൻ്റെ പോകുന്നില്ല ഈ വ്യാഖ്യാനം കേട്ടൽ. പിന്നെ അപ്പായിട്ടിക്കട് യൂസുഫ് നബി അലൈഹി സ്വലാം ചൊല്ലേ നേര് ചൊന്നേന് കണ്ടെങ്കിലും വെറുതെ ചൊന്നേന് കണ്ടെങ്കിലും നിങ്ങളെ വിഷയത്തുള്ള തീർമാന വിധി ഇങ്ങനെ അള്ളാഹു താല വിധിച്ചിട്ടായിട്ട്. അതാ ഖുദിയൽ അംറുല്ലദി ഫീഹി തസ്തഫ്തിയാൻ. വെറുതെയും കിനാവ് കണ്ടരൻ ചൊല്ലുക തീരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസായിട്ടിക്കത്, ഇന്ന മിൻ അഅ്ളമിൽ ഫിറ, കളവിൽ വെച്ച് ഏറ്റവും വലിയ കളവ് അൻ യദ്ദഇയ റജുലു ഇലാ ഗൈരി അബീഹി, ഒന്ന് ബാപ്പ അല്ലാത്തവനക്ക് ബാപ്പാൻ ചൊന്നിട്ട് ചേർപ്പാട്ടെങ്കിൽ. ഉദാഹരണക്ക് ഒരറിയപ്പെട്ട ഒരാളുണ്ട്. അപ്പോൾ ഓൻ പഞ്ചൊല്ലെ ഞാൻ ഇന്ന ആളെ മോണ് എന്ന്, എന്തൊക്കെ ഓൻ്റെ മനുഷ്യന്മാർ ആദരിക്കുവാനായിട്ട്. അപ്പോൾ ഓന് ഞാൻ ആ കുടുംബത്തിൽ പെട്ടവನು അല്ലെ ആ ബാപ്പയുടെ മോനും, ചിലപ്പോൾ പേരും സ്ഥാനമുള്ള ആളാവാം. അപ്പോൾ അയാളെ പേര് കൊണ്ട് ഈ മക്കളെ ബഹുമാനിക്കുകയാവും. അപ്പോൾ ബാപ്പ അല്ലാത്തവനക്ക് ബാപ്പാൻ ചെന്നിട്ട് അവന് ചേർത്തേന് കണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദോഷമായിട്ടിക്കട്, കളവായിട്ടിക്കട്, ഏറ്റവും വലിയ കളവ്. ഔ യുരിയ ഐനഹു മാലം തറ, അല്ലെങ്കിൽ കാണാത്ത കിനാവ് കാണ്ടേൻ ചൊല്ലത്, അത് അള്ളാഹുടെ മേൽ കളവ് ചൊല്ലായിട്ടിക്കട്. അള്ളാഹുവിൻ്റെ കണ്ണ് കാട്ടിക്കൊടുക്കാത്തതും ചൊല്ലേ, ഇതും ഏറ്റവും വലിയ ദോഷമല്ല ഒന്നായിട്ടിക്കട്. ഔ യഖൂൽ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലം യഖൂൽ, അല്ല നബി തങ്ങ ചൊല്ലാത്തത് നബി തങ്ങ ചൊന്നൂറും ചൊല്ലേ. ഇത് ഏറ്റവും വലിയ ദോഷങ്ങൾ, ഏറ്റവും വലിയ കളവായിട്ടായിട്ടിക്കട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങ ചൊന്നൂര്. അപ്പോൾ കാണാത്ത കിനാവ് ഒരിക്കലും വെറുതെയും കിനാവ് കണ്ടാൻ ചൊല്ലുക തീറ, അത് ഏറ്റവും വലിയ തെറ്റ്. ഏതായാലും കിനാവ് കണ്ടറോ ഇല്ലേ എന്നുള്ളത് വിഷയമില്ല. അതേ സമയത്ത് ഇങ്ങനെ തീർമാനം ഇങ്ങനെയായിട്ടിക്കടും. നമുക്ക് ഈ ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യാ സാഹിബൈ സിജിനി, യാക്ക് കെസർ കൊടുത്തിട്ട് പുള്ളിട്ടിട്ടില്ലെങ്കിലും അത് യാമി, ആ രീതിയിൽ വേറൊരു അക്ഷരം ഇല്ലല്ലോ. അപ്പോൾ യാ സാഹിബൈൻ ചൊല്ലിയുടെ ലാസ്റ്റ് കരുതിയ അക്ഷരം യാ ആയിട്ടിക്കട്ടെ, അതൊക്കെ കെസറുണ്ട്. പുള്ളി ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ ഓതണം. കാരണം അങ്ങനെ വേറൊരു അക്ഷരം ഇല്ല. യാ സാഹിബൈ സിജിനി അമ്മ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറൻ വ അമ്മൽ ആഖറു وأما الآخر فيصلب فتأكل الطير من رأسه نون راك ഇദ്ഗാം അവിടെ ഇദ്ഗാം ബിലാ ഗുന്നാൻ ചൊല്ലേ. നിപ്പാട്ടുമ്പോഴത്തേക്ക് ലാസ്റ്റത്തെ ഹാത്തക്ക് സുക്കൂന് പണ്ട് ജീം വഖഫ് ജായിസ്. മിർ റഅസിഹി ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ സദഖല്ലാഹുൽ അളീം. കാതോർത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.